വൻതോതിൽ മത്സ്യം വിളയുന്ന കടലോരമാണ് വിഴിഞ്ഞം. അതുകൊണ്ടുതന്നെ വിഴിഞ്ഞം ഉൾക്കടൽ സംസ്ഥാനത്തെ ഒന്നാമത്തെ മത്സ്യബന്ധന തുറമുഖമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏത് കാലാവസ്ഥയിലും കടലിലേക്ക് പോകാനും വരാനും പറ്റിയ ഉൾക്കടലാണ് വിഴിഞ്ഞം ഉൾക്കടൽ. മീൻപിടുത്തക്കാർക്ക് വേണ്ടത്ര താമസ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഇവിടെ കഴിയുന്നു. പുരാതനവും അംഗീകൃതവുമായ വിഴിഞ്ഞം മത്സ്യബന്ധന കേന്ദ്രത്തിൽ അത്യാധുനിക സൗകര്യങ്ങൾ നിറഞ്ഞ നിരവധി യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ പ്രവർത്തിക്കുന്നു. എല്ലാ കാലത്തും മത്സ്യബന്ധനം നടക്കുന്നു എന്നതാണ് വിഴിഞ്ഞത്തിന്റെ പ്രധാന പ്രത്യേകത. നാടൻ തോണികൾക്ക് അപ്രാപ്യമായ 4000 ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള മത്സ്യപ്പാടങ്ങളുടെ പുറംകടലിൽ മത്സ്യം പിടിക്കുന്നതിനായി യന്ത്രവൽകൃത ബോട്ടുകളും ആധുനിക ഉപകരണങ്ങളും മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നു. വിഴിഞ്ഞം കടലോരത്തോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന മെറൈൻ അക്വേറിയം ദിനംപ്രതി ഒട്ടേറെ സഞ്ചാരികളെ ആകർഷിക്കുന്നു. കടലിന്റെ അഗാധതയിലെ അപൂർവ മത്സ്യങ്ങൾ, പവിഴപ്പുറ്റ്, സസ്യജാലങ്ങൾ തുടങ്ങിയവയെ നേരിൽ കണ്ട് സഞ്ചാരികൾ ഇവിടെ വിസ്മയം പൂകുന്നു. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കോവളം കടൽ തീരത്തിന്റെ പ്രാധാന്യം ഒന്ന് വേറെ തന്നെയാണ്. വിഴിഞ്ഞം കടലോരത്തിനടുത്ത് തന്നെയുള്ള കോവളം ബീച്ച് പ്രകൃതിപരമായ അതിന്റെ പ്രത്യേകത കൊണ്ടും ആകർഷണീയത കൊണ്ടും അന്താരാഷ്ട്ര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഏറെ ശ്രദ്ധേയ സ്ഥാനം തന്നെ വഹിക്കുന്നു. കേരള സംസ്ഥാന തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നിന്നും 15 കിലോമീറ്റർ അകലെയാണ് വിശ്വപ്രസിദ്ധമായ കോവളം കടൽ തീരം. 5 കിലോമീറ്ററിലേറെ നീളം വരുന്ന കോവളം ബീച്ച് സമുദ്രസ്നാനത്തിന് അനുയോജ്യമാണ്. പൊതുവെ ശാന്തമായ കടലാണ് കോവളത്തിന്റെ പ്രത്യേകത. ഇത് എണ്ണമറ്റ വിദേശികളെ കടൽ സ്നാനത്തിനും സൺബാത്തിനുമായി ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നു. കടലിലേക്ക് ഉന്തി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും പാറക്കൂട്ടങ്ങൾക്ക് കുടപിടിച്ചു നിൽക്കുന്ന തെങ്ങിൻ നിരകളും പാറക്കെട്ടുകളിൽ അലസമായി തട്ടിച്ചിതറുന്ന തിരമാലകളും വിസ്തൃതമായ തീരവും തീരത്തിനപ്പുറത്തെ കേരളീയ ഗ്രാമഭംഗിയും കോവളം കടൽ തീരത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലും സ്വകാര്യ മേഖലയിലുമായി പ്രവർത്തിക്കുന്ന നിരവധി ആഡംബര കോട്ടേജുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയവ സഞ്ചാരികൾക്ക് കോവളത്തിന്റെ സൗന്ദര്യാനുഭൂതി പകർന്നേകാൻ പോന്നവയാണ്. ഇന്ത്യയിലാദ്യമായി ആസൂത്രിതമായി വികസിപ്പിച്ചെടുത്ത കടൽ തീര വിശ്രമ കേന്ദ്രമെന്ന ഖ്യാതി ഇന്ന് കോവളത്തിന് സ്വന്തമായിരിക്കുന്നു. ആധുനിക സാമൂഹികതയുടെ ഗതിവിഗതികളിൽ പല നഗരങ്ങളും മാറവേ തിരുവനന്തപുരം നഗരം അതിന്റെ പവിത്രവും പരമ്പരാഗതവുമായ വഴികളെ എന്നും നെഞ്ചോടടുക്കി പിടിക്കുന്നു.